ഏവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി വരുന്ന പോപ്പ് ഫ്രാൻസിസിന്റെ നമ്മുടെ പൊതുഭവനത്തെക്കുറിച്ച് എന്ന ചാക്രിക ലേഖന സമാഹാരത്തിലെ 5-ാമത്തെ അധ്യായമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആക്ഷൻ ഫോർ ഇക്കോളജിക്കൽ ചേഞ്ച് റിക്വയർസ് ഗ്ലോബൽ, ലോക്കൽ ആൻഡ് പേഴ്സണൽ എഫേർട്സ്. സമീപനങ്ങളും പ്രവർത്തന വഴികളും. ഈ അധ്യായത്തിൽ പോപ്പ് ഫ്രാൻസിസ് പരിസ്ഥിതി സമസ്യയ്ക്ക് ഉത്കൃഷ്ടമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സത്യസന്ധവും ശക്തവുമായ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറയുന്നു. പ്രാദേശിക രാഷ്ട്രീയ പരിഹാരങ്ങൾക്കും ഗ്രാമീണ പ്രസ്ഥാനങ്ങൾക്കും വലിയ ശുഭകരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പരിസ്ഥിതി സംരക്ഷിക്കാൻ വാണിജ്യ സംരംഭങ്ങൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും സുതാര്യവും സുസ്ഥിരവുമായ രീതികൾ പിന്തുടരണമെന്നും അദ്ദേഹം പറയുന്നു. ഓരോ വ്യക്തിയും പരിസ്ഥിതി സൗഹൃദ ജീവിത ശൈലി സ്വീകരിക്കണമെന്നും ഒരു ഹരിത ലോക നിർമ്മിതിക്കായി തങ്ങളുടെ പതിവുകൾ മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഈ അധ്യായം പ്രശ്നങ്ങളുടെ വിശകലനത്തിൽ നിന്നും പ്രായോഗികവും പ്രത്യാശാഭരിതവുമായ പരിഹാരങ്ങളിലേക്ക് നമ്മെ കടത്തിവിടുന്നു. അപ്പോ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി വന്ന കാര്യങ്ങൾ ഭൂമിക്ക് സംഭവിച്ച പ്രതിസന്ധികളും അതുപോലെ അതില് മനുഷ്യന്റെ ഒരു പങ്ക് എത്രത്തോളം ആണെന്നും ഒക്കെയാണ്. അപ്പൊ ഇന്ന് ഈ അധ്യായത്തിൽ 5-ാമത്തെ അധ്യായത്തില് നമുക്ക് ഏത് തരത്തിലുള്ള പ്രതിവിധികളാണ് കണ്ടെത്താൻ സാധിക്കുക, അതിന് ഏത് രീതിയിലുള്ള സംവാദങ്ങളൊക്കെയാണ് നടക്കേണ്ടത് എന്നുള്ള രീതികളിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. മുഴുവനായിട്ടും എനിക്കതില് പരിഗണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം അതില് ഒരു വരി പോലും നമുക്ക് വിട്ടുകളയാനില്ലാത്ത വിധത്തിൽ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് ഇനി നമുക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു ദിശാവ്യതിയാനം, അതായത് പ്രകൃതിക്ക് അനുകൂലമായ ഒരു ജീവിതത്തിന്റെ മുന്നോട്ട് പോക്ക് ആവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത്തരം സംവാദങ്ങൾ സമൂഹത്തിൽ ഏതെങ്കിലും 1-2 വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ വിഭാഗങ്ങളെയും ഇതിൽ ഉൾക്കൊള്ളിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ അധ്യായങ്ങളിലും അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ പരിസ്ഥിതി സംവാദം അന്തർദേശീയ സമൂഹത്തിൽ എന്നുള്ളതാണ് ആദ്യമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതില് ഒരു 5 തരത്തില് അദ്ദേഹം ഈ സംവാദങ്ങൾ നടക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് പരിസ്ഥിതി സംവാദം അന്തർദേശീയ സമൂഹത്തിൽ, ദേശീയവും പ്രാദേശികവുമായ പുതിയ നയങ്ങൾക്ക് വേണ്ടിയുള്ള സംവാദം, അതുപോലെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ സംവാദവും സുതാര്യതയും ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത, അതുപോലെ മാനുഷിക സംസ്കാരത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മാനവിക സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള സംവാദത്തിൽ രാഷ്ട്രീയവും സമ്പദ്വ്യവസ്ഥയും ഏത് രീതിയിൽ പങ്കുവഹിക്കുന്നു എന്നുള്ള കാര്യവും, മതങ്ങളും ശാസ്ത്രവുമായിട്ടുള്ള സംവേദം ഏത് രീതിയിലാകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യമായിട്ട് പരിസ്ഥിതി സംവാദം അന്തർദേശീയ സമൂഹത്തിൽ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗ്രഹത്തെ നമ്മുടെ മാതൃഭൂമിയായിട്ട് കണക്കാക്കി ഈ മാനവകുലം തന്നെ ഒരു പൊതുഭവനത്തിൽ വസിക്കുന്ന ഏക ജനതയാണെന്നുള്ള ഒരു അവബോധത്തിന്റെ വളർച്ച ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് പ്രത്യാശ നൽകത്തക്ക വിധത്തിൽ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. അത് പരസ്പരാശ്രിതമായ ലോകം എന്ന തരത്തിൽ ഒരു അവബോധം ഉണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പൊതുവായ ഒരു പദ്ധതിയോടുകൂടിയ ഏകലോകത്തെ കുറിച്ച് ചിന്തിക്കുവാനും പരസ്പര ആശ്രയത്വം നമ്മെ നിർബന്ധിതരാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു അറിവ് നമ്മൾ എത്രത്തോളം പരസ്പര ആശ്രിതരാക്കും അല്ലെങ്കിൽ അത്തരമൊരു വ്യവസ്ഥയെ കുറിച്ച് ചിന്തിപ്പിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ സാങ്കേതികമായിട്ട് വൈദഗ്ധ്യം കൈവരിച്ച ഒരു വ്യവസ്ഥയിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇനിയും നമുക്ക് ആ സാങ്കേതികതയെ ഉപയോഗിച്ച് പര്യാപ്തമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
അതുപോലെ ഈ പരിസ്ഥിതിയുടെ ഉന്നത തലങ്ങളിൽ പാരിസ്ഥിതിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം എർത്ത് സമ്മിറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പരിസ്ഥിതിയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ പല തീരുമാനങ്ങൾ ഉന്നത തലത്തിൽ എടുക്കപ്പെടുകയും എന്നാൽ അത് പല കാരണങ്ങൾ കൊണ്ട് നടത്താൻ സാധിക്കാതെ, അതിലേക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകാതെ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് രാഷ്ട്രീയ ബിസിനസ് രംഗത്തുള്ളവർ നാം അഭിമുഖീകരിക്കുന്ന അടിയന്തര പ്രശ്നങ്ങൾക്ക് നേരെ ഒരു മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം രാഷ്ട്രീയ തലത്തിലായാലും ബിസിനസ് തലത്തിലായാലും അവിടെ എന്താണ് ലാഭമാണ് അല്ലെങ്കിൽ ഒരു നേട്ടമാണ്, പ്രയോജനമാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത്. അതല്ലാതെ ഈ രാഷ്ട്രീയപരമായാലും സാമ്പത്തികപരമായാലും ഉണ്ടാകുന്ന ഉന്നതമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നഷ്ടമാകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള ഒരു എന്താ പറയാ, ആ സന്തുലനാവസ്ഥ അത് എത്രയാണെന്നുള്ളതിനെ കുറിച്ച് ആരും ആശങ്കാകുലരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവമാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ 1992 1972 നടന്നിട്ടുള്ള എർത്ത് സമ്മിറ്റുകളിൽ അഭിനന്ദനാർഹമായ പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് പാരിസ്ഥിതിക ഘടനയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര സഹകരണം ഉണ്ടാകണം. അതുപോലെ മലിനീകരണത്തിന് കാരണമാകുന്നവർ അതിന്റെ പരിണിത ഫലങ്ങളെ, അതിന്റെ ചെലവുകൾ വഹിക്കണം. അതുപോലെ പരിഗണനയിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നതിന് മുൻപായിട്ട് അത് പരിസ്ഥിതിക്ക് നൽകുന്ന ആഘാതങ്ങളെ കുറിച്ച് പഠിക്കണം എന്നുള്ള രീതിയിൽ ആ പഠനത്തിന് ശേഷം മാത്രമേ അത് സ്വീകരിക്കാവൂ എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വേണ്ട വിധത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഇല്ലായ്ക, അതുപോലെ കാലാകാലങ്ങളിൽ നടത്തേണ്ട അവലോകനം, ഇതെല്ലാം എത്രത്തോളം നടക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നില്ല എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ, അതുപോലെ ഇതില് നമ്മൾ ഈ ഭരണതലത്തിൽ അല്ലെങ്കിൽ ഉന്നത തലങ്ങളിൽ വരുത്തേണ്ടുന്ന കാര്യങ്ങൾ, നടപടികളിൽ വരുത്തുന്ന വീഴ്ച, അത് ഇപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്ന സമയത്ത് അത് തെറ്റിക്കുമ്പോൾ അതിന് വേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള ആ ഉത്സാഹമില്ലായ്ക എന്നിവയൊക്കെ ഈ തീരുമാനത്തിൽ ഇതൊന്നും വേണ്ടത്ര നന്നായിട്ട് നടപ്പാക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ധാരാളം അന്താരാഷ്ട്ര കൺവെൻഷനുകളും ഇതിനു വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെയും ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം, മരുഭൂവൽക്കരണം, കാലാവസ്ഥാ വ്യതിയാനം, ഹരിതഗൃഹ വാതകങ്ങളുടെ ലഘൂകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അതിന് വേണ്ടുന്ന അർഹിക്കുന്ന അത്ര പ്രാധാന്യം നൽകപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ മലിനീകരണത്തിന് കാരണമാകുന്നവർ അതിന്റെ പ്രശ്ന പരിഹാരത്തിലും കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായിട്ട് മാറേണ്ടതുണ്ട് എന്നുള്ളത് അദ്ദേഹം വളരെ 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 ആഴത്തിൽ അത് പറയുന്നുണ്ട്. കാരണം ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്ന മാലിന്യങ്ങളെ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്കും ജീവജാലങ്ങൾക്കും അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കണക്കിലെടുക്കാതെയാണ് അവരത് ചെയ്യുന്നത്. അപ്പോ അവിടെ ആ മലിനീകരണം അവിടെ അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന വ്യവസായ സംരംഭങ്ങളായിക്കോട്ടെ, അത് വ്യക്തികളാണെങ്കിൽ അങ്ങനെ അവരത് കൂടുതൽ അതിന്റെ ഫലം ഉണ്ടാക്കുന്ന നഷ്ടത്തെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാവുകയും അതിന്റെ ഫലം അവർ ഏറ്റെടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അതിൽ കൂടുതൽ അതിന്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കാതിരിക്കാനായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ കാർബൺ ക്രെഡിറ്റ് സമ്പ്രദായത്തെ പറ്റി പറയുന്നുണ്ട്. അതൊരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല എന്നുള്ളതാണ് പറയുന്നത്. അത് അമിത ഉപഭോഗം നിലനിർത്താനുള്ള ഒരു അടവ് നയമായിട്ടാണ് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ മലിനീകരണക്ഷമത കുറഞ്ഞ ഊർജ ഉൽപാദന സ്രോതസ്സുകൾ എന്ത് വില കൊടുത്തും പ്രയോഗത്തിൽ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പ്രാദേശികമായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന മാലിന്യ ദുരന്തങ്ങൾ ഒഴിവാക്കുവാൻ ഫലപ്രദമായ അന്തർദേശീയ ഉടമ്പടികൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ സമുദ്ര മാലിന്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പ്രശ്നം, കടലിൽ കൊണ്ട് തള്ളുന്ന മാലിന്യങ്ങൾ കാരണം ആ കടലിന്റെ സംരക്ഷണം നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന അവസ്ഥ, അതിനെ പറ്റിയിട്ട് ഒരു പ്രത്യേകമായിട്ട് ചർച്ചകൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആഗോള താപനത്തിന്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ കർശന നിയന്ത്രണ മനോഭാവം ഈ സമുദ്ര മാലിന്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പ്രശ്നത്തിലും കൈക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഗ്ലോബൽ കോമൺസ് എന്ന് വിളിക്കപ്പെടുന്ന മേഖലകളുടെ ഭരണ സംവിധാനത്തിൽ, അതായത് സമുദ്ര സംവിധാനങ്ങളുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്, ഒരു അന്തർദേശീയ ഉടമ്പടി ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതുപോലെ ഇത്തരം ധാരാളം ഉടമ്പടികൾക്കായിട്ട് അദ്ദേഹം പ്രേരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ ഉടമ്പടികൾ അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടപ്പിലാക്കാനും ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്.
അടുത്തതായിട്ട് ദേശീയവും പ്രാദേശികവുമായിട്ടുള്ള പുതിയ നയങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള സംവാദങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ വിജയം, പരാജയം എന്നീ കാര്യങ്ങളൊക്കെ രാജ്യങ്ങൾക്കിടയിലല്ല, രാജ്യങ്ങൾക്കകത്ത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്, പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിൽ. അതുകൊണ്ട് പരിസ്ഥിതി സാമ്പത്തിക വികസനത്തില് ദേശീയ പ്രാദേശിക തലങ്ങളിലെ നയങ്ങൾ കൂടുതൽ പരിഗണിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഭരണതലത്തിൽ അല്ലെങ്കിൽ പരിസ്ഥിതി മേഖലകളിലെ ഉന്നത തലങ്ങളിൽ എടുക്കേണ്ടുന്ന പ്രതിവിധികളെ പറ്റിയിട്ടാണ് അദ്ദേഹം ഇതിൽ മുഴുവനായിട്ടും പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങൾ ഭരണകൂടം മാറുന്നതിനനുസരിച്ച് മാറ്റാൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇതിലൊരു കണ്ടിന്യൂവേഷൻ, ഒരു തുടർച്ച ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭരണ സമിതി മാറുന്ന സമയത്ത് അതുവരെയും അവർ നടപ്പാക്കി വന്ന കാര്യങ്ങളുടെ അല്ലെങ്കിൽ നടപടികളുടെ ഒരു തുടർച്ചയായിരിക്കണം അടുത്ത ഭരണകൂടം വരുന്ന സമയത്ത് ഉണ്ടാവേണ്ടത്. അത് നഷ്ടപ്പെടാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ വൻകിട കമ്പനികളുമായിട്ടുള്ള കരാറുകൾ സ്വകാര്യ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാകാൻ പോകുന്ന, അതായത് ഒരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് അത് നടപ്പാക്കുന്നത് കൊണ്ട് അത് പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ആഘാതത്തെ മറച്ചു വെച്ചുകൊണ്ട് കരാറുകളിൽ ഏർപ്പെടുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ എന്തെല്ലാം പദ്ധതികളാണെങ്കിലും, എത്ര പ്രാധാന്യമുള്ള പദ്ധതികളാണെങ്കിലും അതിൽ പാരിസ്ഥിതിക വിഷയങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള പരിഗണന നൽകണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് അത് പരിസ്ഥിതിക്ക് നൽകുന്ന അപകട സാധ്യത, അതുപോലെ പ്രത്യാഘാതങ്ങൾ, ഇതൊന്നും തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ആ പദ്ധതി അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ അതിനെ ചെറുതായിട്ടെങ്കിലും അത് ചെയ്ത് വിജയിച്ച ഒരു പരിശോധിച്ച ഒരു അവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഒരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് അത് എന്ത് നേട്ടമാണ് ആ ഒരു സമൂഹത്തിന് നൽകുന്നത്, എന്തുകൊണ്ട്, എവിടെ, എപ്പോൾ, എങ്ങനെ, ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ നടപ്പാക്കുന്നത് എന്നുള്ള രീതിയിൽ അതിന്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതിന് എത്രത്തോളം ഊർജ്ജമാണ് വ്യയം ചെയ്യേണ്ടി വരുന്നത്, ഇത് ആരാണ് നടപ്പാക്കുന്നത്, എങ്ങനെയാണ് അത് നിവർത്തിക്കുക, ഉണ്ടാകുന്ന ഊർജ്ജ നഷ്ടം എങ്ങനെയാണ് നിവർത്തിക്കപ്പെടുക എന്നിങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾ അദ്ദേഹം ഈ പദ്ധതികൾ നടപ്പാക്കുന്ന സമയത്ത് പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ജീവിത നിലവാരത്തില് അല്ലെങ്കിൽ അതിന്റെ അഭിവൃദ്ധിക്ക് ഉതകുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയോടും എതിരായിരിക്കരുത്, എന്നാൽ ഇതിന്റെ എല്ലാം ഉദ്ദേശം ലാഭമാണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ ആ മനോഭാവത്തിൽ നമ്മൾ മാറ്റം വരുത്തണം എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്ന കാര്യം രാഷ്ട്രീയവും സമ്പദ് വ്യവസ്ഥയും അവിടെ നടക്കേണ്ടുന്ന സംവാദത്തെ കുറിച്ചാണ്. അപ്പൊ രാഷ്ട്രീയം സമ്പദ് വ്യവസ്ഥയ്ക്കോ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ രാഷ്ട്രീയത്തിനോ കീഴ്പ്പെടരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് നമുക്കറിയാം ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അനുസരിച്ചുള്ള എന്താ പറയാ അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പരസ്പരം ചേർന്നാണ് അവർ പ്രവർത്തിക്കുന്നത്, അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവിടെ പരിസ്ഥിതി എന്ന് പറയുന്നതിന് വളരെ ചെറിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. ഇതൊക്കെ നമ്മൾ നിത്യവും കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പൊതു നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംവാദമാണ് ഈ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ആവശ്യം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലാഭം, അതുപോലെ വിപണി, ഇതിനെ സംരക്ഷിക്കാനായിട്ടോ അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുത്താനോ ആയിട്ടുള്ള ഒരു മേഖലയല്ല പരിസ്ഥിതി എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ വ്യക്തികളുടെയോ കമ്പനികളുടെയോ ലാഭം, വരുമാനം ഒക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് പരിസ്ഥിതിയിൽ എന്തെങ്കിലും ഉയർച്ചയോ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നോ എന്നുള്ള ഒരു സങ്കല്പവും വിശ്വാസമൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് പാരിസ്ഥിതികമായിട്ടുള്ള അപജയത്തെ ഏതു തരത്തിലും സ്വാധീനിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ പ്രകൃതിയുടെ ഒരു താളം അത് ക്ഷയിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മനുഷ്യന്റെ ഇടപെടൽ വരുത്തി വെച്ചിട്ടുള്ള പാരിസ്ഥിതിക സങ്കീർണത എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ രണ്ടു മേഖലകളും ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതല്ലാതെ സാമ്പത്തിക സ്രോതസ്സിനുള്ള ഒരു കലവറ മാത്രമായിട്ട് പരിസ്ഥിതിയെ കാണാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവസാനമായിട്ട് മതങ്ങളും ശാസ്ത്രവുമായിട്ടുള്ള സംവേദത്തിൽ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യുക്തിക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന ഏതൊരു ധാർമ്മികമായിട്ടുള്ള തത്വത്തെയും അത് മതത്തിലുള്ളതാണെങ്കിൽ കൂടി നമ്മൾ ഒഴിവാക്കരുത്. അതായത് പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള, പ്രകൃതിയുടെ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഏത് ധാർമ്മിക മൂല്യത്തെയും അല്ലെങ്കിൽ തത്വത്തെയും ഒഴിവാക്കരുത്. ഇപ്പൊ വിശ്വാസികൾക്ക് അത് മനസ്സിലാകും മതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. പക്ഷെ അത് വിശ്വാസികളല്ലാത്തവർക്ക് അത് അവിടെ പറഞ്ഞു എന്നുകൊണ്ട് മാത്രം അവരത് മാറ്റാതെ അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ മനുഷ്യകുലത്തിന് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രകൃതിയെ പരിഗണിക്കാത്ത ഒരു പരിധി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ
അത് അതിലെ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ സാങ്കേതികതയ്ക്കോ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ അത് പ്രശ്നങ്ങളുടെ ആക്കം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ വിശ്വാസികളോട് പറയുന്ന അദ്ദേഹം ഇങ്ങനെയാണ്, ദൈവത്തോട് തുറവുള്ളവരാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ധാർമ്മികവും സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയവുമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് ഉതകുന്ന സംവാദങ്ങൾ മതങ്ങളിൽ നടക്കണം, അതുപോലെ വിവിധ മതങ്ങൾക്കിടയിലും നടക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രഹത്തിൽ ജീവിക്കുന്ന, അതായത് ഭൂമിയിൽ ജീവിക്കുന്നതിൽ ഭൂരിഭാഗം പേരും മതവിശ്വാസികളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ പിൻപറ്റുന്നവരാണ്. അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയിലെ സംവാദം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നടക്കേണ്ടതും ഇവർക്കിടയിലാണ്, അല്ലെങ്കിൽ അവർക്കാണ് ഇതിൽ കൂടുതലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ വിവിധങ്ങളായിട്ടുള്ള ശാസ്ത്രീയ സംഘടനകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശാസ്ത്ര മതക്കാരുണ്ടെങ്കിൽ അവർക്കിടയിലും ഇത്തരം ഫലപ്രദമായിട്ടുള്ള സംവാദങ്ങൾ നടക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക, അതുപോലെ ദരിദ്രരെ പ്രതിരോധിക്കുക, ആദരവിന്റെയും സാഹോദര്യത്തിന്റെയും ശൃംഖലകൾ നിർമ്മിക്കുക, ഇതിലേക്കൊക്കെയും മതങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംവാദങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ നടത്താനായിട്ട് പ്രേരണ നൽകണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇത് ശരിക്കും സാധാരണ ജനവിഭാഗങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളതിനേക്കാൾ ഇത്തരം സംവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനങ്ങളെ നടപ്പാക്കാൻ ഔത്സുക്യം കാണിക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഇതുവരെയും പരിസ്ഥിതി മേഖലയിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ ഫലപ്രദമായിട്ട് നടപ്പാക്കാനായിട്ട് ജനവിഭാഗങ്ങളിൽ, പരിസ്ഥിതി ശാസ്ത്ര മേഖലയിൽ, മത ശാസ്ത്ര മേഖലയിൽ, ഈ മേഖലകളൊക്കെയും ഇതിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ഇതെല്ലാം വേണ്ട വിധത്തിൽ വേണ്ടുന്ന മേഖലകളിൽ അർഹിക്കുന്ന പ്രാധാന്യം നൽകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.